കോഴിക്കോട് കോർപ്പറേഷൻ UDF മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള VN ബിനുവിന് വോട്ടില്ല എന്നുള്ളത്. പുതിയ പട്ടികയിൽ പേരില്ലാതായതോടെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത്. കോൺഗ്രസ് നേതൃത്വം ഇതോടെ വെട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ വോട്ടർ പട്ടിക വിശദമായി പരിശോധിക്കാറില്ലെന്ന വിചിത്രവാദവുമായി DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറും അതിനിടയ്ക്ക് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് VM ബിനു പറയുന്നത്. ലതീഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ലതീഷ്, VM ബിനുവിന് വോട്ടില്ല എന്നുള്ളത് VM ബിനുവിന് വോട്ടില്ല എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം മുതൽക്ക് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴിതാ മറ്റൊരു വാർത്ത കൂടി വരികയാണ്. മറ്റൊരു സ്ഥാനാർത്ഥിക്ക് കൂടി വോട്ടില്ല എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിന്ദു കമ്മനക്കണ്ടിക്കാണ് വോട്ടില്ലാത്തത്. എങ്ങനെയാണ്, അതായത് ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. LDFനെ സംബന്ധിച്ചിടത്തോളമൊക്കെ പ്രചാരണം ഇങ്ങനെ ആദ്യഘട്ട പ്രചാരണമൊക്കെ ഇങ്ങനെ തകൃതിയായി നടക്കുകയാണ്. അവിടെ ഇതാ UDFനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും എത്തിയിട്ടില്ല അല്ലേ കോഴിക്കോടും? ഭദ്ര, നോമിനേഷൻ കൊടുക്കാൻ നോക്കുക ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളുടെ പേരില്ലാത്ത കാര്യം കോൺഗ്രസ് നേതൃത്വം അറിയുന്നത്. സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ടാണ് VM ബിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായി UDF അല്ലെങ്കിൽ കോൺഗ്രസ് അവതരിപ്പിച്ചത്. അത്തരത്തിലൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിക്കാണ് വോട്ടില്ല എന്നുള്ള കാര്യം ഇന്നലെ വൈകിട്ടോടുകൂടി കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത്. മലാപ്പറമ്പ് വാർഡിലാണ് VM ബിനുവിൻ്റെ വോട്ടുള്ളത്. അദ്ദേഹം നിലവിൽ മത്സരിക്കുന്നത് കല്ലായി വാർഡിലാണ്. കല്ലായി വാർഡിൽ അദ്ദേഹം പ്രചരണം തുടങ്ങുകയും ചെയ്തിരുന്നു. ആ പ്രചരണം തുടങ്ങിയ ഘട്ടത്തിൽ പോലും ഇവർ VM ബിനുവിന് നിലവിൽ വോട്ടുണ്ടോ എന്നുള്ള കാര്യം അവർ പരിശോധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന് വലിയ നാണക്കേടാവുന്ന രീതിയിലേക്ക് ഈ സംഭവം മാറിയത്. സ്വാഭാവികമായും നിയമ നടപടിയിലേക്ക് പോവുകയല്ലാതെ നിലവിൽ മറ്റ് നിർവാഹമില്ല. സെപ്റ്റംബറിൽ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയ ഘട്ടത്തിൽ യാതൊരു പരിശോധനയും കോൺഗ്രസ് നടത്തിയിരുന്നില്ല, അല്ലെങ്കിൽ ആ പട്ടികയും കോൺഗ്രസ് പരിശോധിച്ചിരുന്നില്ല. പിന്നീട് 2 തവണ കൂട്ടിച്ചേർക്കാനുള്ളൊരു അവസരം ലഭിച്ചിരുന്നു എങ്കിലും ആ സമയത്തും നേരത്തെ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ പേരില്ല എന്ന് മനസ്സിലാക്കാത്തതിനാൽ തന്നെ ആ അവസരം ലഭിച്ച ഘട്ടത്തിൽ അതിനുള്ള അവസരവും കോൺഗ്രസ് ഉപയോഗിച്ചില്ല എന്ന് വേണം കരുതാൻ. എന്നാൽ എന്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് തൻ്റെ പേര് ഒഴിവാക്കി എന്നുള്ള കാര്യത്തിൽ നിയമ നടപടികളിലൂടെ താൻ മുന്നോട്ട് പോകുമെന്നാണ് VM ബിനു അറിയിച്ചിരിക്കുന്നത്. DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പറഞ്ഞത്, വോട്ട് പുതുതായി 18 വയസ്സ് പൂർത്തിയായവരെ വോട്ട് ചേർക്കാൻ ശ്രമം നടത്താറുണ്ട്. അതേപോലെ തന്നെ മരിച്ച ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. ഒപ്പം പുതുതായി വിവാഹം കഴിച്ച് വന്ന ആളുകളെ വോട്ട് കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക. അത്തരത്തിലുള്ള പരിശോധന, അതായത് ഡീറ്റെയിൽ ആയുള്ള പരിശോധന, വിശദമായ പരിശോധന നടത്താറുള്ളത് ഈ നിലയിലുള്ള വോട്ട് തള്ളിക്കലിനും വോട്ട് കൂട്ടിച്ചേർക്കലിനും വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇത്തരമൊരു പരിശോധന സാധാരണ ഞങ്ങൾ നടത്താറില്ല. ഈ വോട്ടർ പട്ടിക കൂടുതലായി പരിശോധിക്കാറുള്ളത് ഇത്തരത്തിൽ നോമിനേഷൻ കൊടുക്കുന്ന ഘട്ടത്തിലും ഒപ്പം സ്ലിപ്പ് കൈമാറുന്ന ഘട്ടത്തിലും മാത്രമാണ് നടത്താറുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കുണ്ടായ വീഴ്ച മറച്ചു വെക്കാനുള്ള ശ്രമമാണ് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ ഇന്നലെ നടത്തിയത്. എന്തായാലും സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച VM ബിനുവിന് വോട്ടില്ല എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ നാണക്കേട്, അല്ലെങ്കിൽ അതിൽ വെട്ടിലായിരിക്കുകയാണ് കോഴിക്കോട്ടെ DCC നേതൃത്വം. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കോർപ്പറേഷനിലെ തന്നെ 19-ാം വാർഡിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിൽ മത്സരിക്കുന്ന ബിന്ദു കമ്മനക്കണ്ടി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പേരും വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ നിയമ നടപടിയിലേക്ക് പോവുകയോ പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ DCC നേതൃത്വം പരിശോധിച്ച് വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുകൂല തീരുമാനം അല്ലെങ്കിൽ അനുകൂല വിധിയോ ഇടപെടലോ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എങ്കിൽ കല്ലായിലും VN ബിനുവിന് പകരക്കാരനെയും കണ്ടെത്താൻ കോൺഗ്രസ് നിർബന്ധിതമായേക്കും. ഭദ്ര. ലതീഷ, അതായത് നമുക്കറിയാം ഇപ്പോൾ DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അത്തരത്തിൽ വിശദമായൊന്നും പരിശോധിക്കാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ശരി, ഓക്കെ. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വൈഷ്ണ സുരേഷിൻ്റെ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. അവർക്ക് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ വോട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഇനി സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്നൊക്കെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതെങ്കിലും ഒരു മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയുള്ള സ്ഥാനാർത്ഥികളെങ്കിലും പേരിൽ ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാമായിരുന്നില്ലേ? അവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ലേ ലതീഷേ? എന്തായാലും കോൺഗ്രസിന് കോഴിക്കോട് DCC നേതൃത്വത്തിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അവർ പരിശോധിക്കുന്നത് ഇന്നലെ മാത്രമാണ്.
ഇന്നലെ പരിശോധിച്ച ഘട്ടത്തിലാണ് ഇന്നലെ DCC പ്രസിഡന്റ് പറയുന്നത് ഇനി എല്ലാ സ്ഥാനാർത്ഥികളെയും ഇത്തരത്തിൽ വിശദമായ പരിശോധനയ്ക്ക് തങ്ങൾ തയ്യാറാകുമെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആ നിലയിലുള്ളൊരു പരിശോധന നടത്തിയ ഘട്ടത്തിലായിരിക്കണം ബിന്ദുവിൻ്റെ പേര് 19-ാം വാർഡിൽ മത്സരിക്കുന്ന ബിന്ദു കമ്മനക്കണ്ടിയുടെ പേര് കൂടി ഇല്ല എന്ന് DCC നേതൃത്വം മനസ്സിലാക്കിയത് എന്ന് വേണം കരുതാൻ. എന്തായാലും വലിയ വീഴ്ച DCC നേതൃത്വത്തിന് സംഭവിച്ചു. കാരണം ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്നുള്ള കാര്യമെങ്കിലും DCC നേതൃത്വം പരിശോധിക്കേണ്ടതായിരുന്നു. ആ പരിശോധന അവർ നടത്തിയില്ല. ആ പരിശോധന തങ്ങൾ നടത്താത്തത് അങ്ങനെ നടത്തേണ്ടതില്ല എന്നതുകൊണ്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പാനുള്ള ശ്രമമാണ് DCC നേതൃത്വം നടത്തുന്നത്. എങ്കിൽ പോലും ഇത്തരമൊരു സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അവരുടെ പേരുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് അതത് പാർട്ടി നേതൃത്വമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനായാണ് ഇത്തരത്തിൽ ഗൂഢാലോചന നടന്നു എന്നടക്കമുള്ള മനഃപൂർവ്വം തള്ളിക്കാനുള്ള ശ്രമം നടത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ രംഗത്ത് വരുന്നത്. അത് ആര് നടത്തിയെന്നുള്ള കാര്യമൊന്നും അവർ കൃത്യമായി പറയുന്നില്ല. കോഴിക്കോട് നിലവിൽ CPIM-ഉം ഇലക്ഷൻ കമ്മീഷനും ചേർന്നുകൊണ്ട് വ്യാപകമായി വോട്ടുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ആളുകളെ തള്ളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ വേണം ഇതും കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒരു വ്യക്തിയെയോ പരാതിക്കാരനെയോ ഒന്നും ചൂണ്ടിക്കാണിക്കാതെ കാടടച്ച് വെടിവെക്കുന്ന ഒരു സമീപനമാണ് DCC നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് അവർക്കുണ്ടായ വലിയ വീഴ്ച മറച്ചുവെക്കാനും വലിയ നാണക്കേടിൽ നിന്നും തലയൂരാനുമുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇനി ഹൈക്കോടതിയെ സമീപിക്കുക മാത്രമാണ് പോംവഴി. ഇന്നലെ ജില്ലാ കളക്ടർക്ക് VM വിനു പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വമടക്കമുള്ള കാര്യങ്ങളിൽ ഇനി DCC നേതൃത്വം തീരുമാനമെടുക്കുക. ഭദ്ര. യെസ്, അത് മാത്രമല്ല ലതീഷ്, നമുക്കറിയാം ഈ കൊഴിഞ്ഞുപോക്കുകളുടെ ഒരു കാലം കൂടിയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് മുതൽ ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഇപ്പോഴിതാ നോക്കൂ എത്ര ആളുകളാണ് ഈ ഇത്തരത്തിൽ UDF-ൽ നിന്നും കൊഴിഞ്ഞു പോകുന്നത്. നമുക്കറിയാം അഷ്റഫ് പയ്യോളി, അവിടെ നിന്നാണ് അഷ്റഫ് കഴിഞ്ഞ ദിവസം രാജിവെച്ച് പോകുന്നു. അതിനൊപ്പം തന്നെ പ്രമുഖനായിട്ടുള്ള ലീഗ് നേതാവായിരുന്നു യു പോക്കർ, അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജിവെക്കുന്നു പാർട്ടിയിൽ നിന്ന്. LDF-ഉമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കുകളും ഒരുപക്ഷെ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി മാറുകയാണ് അല്ലേ ലതീഷ്? തീർച്ചയായും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഇപ്പോഴും തർക്കം തുടരുകയാണ്. പല സീറ്റുകളിലും UDF-ന് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒന്നും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യം തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഉണ്ട്. ആ നിലയിൽ വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. യു പോക്കർ കോഴിക്കോട് ജില്ലയിലെ ലീഗിൻ്റെ തന്നെ സംസ്ഥാനത്തെ തന്നെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവുമാണ്. അദ്ദേഹമാണ് CPI-യുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. LDF സർക്കാരിനെ പിന്തുണയ്ക്കേണ്ട സാഹചര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. അഷ്റഫ് പയ്യോളിയിലെ നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കഴിഞ്ഞ 5 വർഷമായി വഹിക്കുന്ന ആളാണ് മുസ്ലിം ലീഗിൻ്റെ പയ്യോളിയിലെ പ്രാദേശിക നേതാവായ അഷ്റഫ്. അദ്ദേഹം കൗൺസിലർ സ്ഥാനം ഇന്നലെ രാജിവെച്ചു. ഭാവി പ്രവർത്തനങ്ങൾ അദ്ദേഹം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് LDF-ഉമായി അദ്ദേഹം ഇതിനകം തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം LDF-ന്റെ സ്വന്തം സ്ഥാനാർത്ഥിയോ കോഴിക്കോട് നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് പങ്കുവച്ചത്.